ഇന്ന് നാം പരിചയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നായ ഇസ്ലാം മതത്തെക്കുറിച്ചാണ്. ഇസ്ലാം എന്ന വാക്കിന് അർത്ഥം അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് അടിയറവ് നൽകുക, അതായത് ദൈവത്തിന് അർപ്പിതമായ ജീവിതം നയിക്കുക എന്നതാണ്. ഇന്ന് ലോകത്ത് ഏകദേശം 1.9 ബില്യൺ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതാണ് ലോകജനസംഖ്യയുടെ വലിയൊരു പങ്ക്. ഇസ്ലാം ഒരു മതം മാത്രം അല്ല, അതൊരു ജീവിതരീതി കൂടിയാണ്. ആത്മീയത, സാമൂഹിക മൂല്യങ്ങൾ, വ്യക്തിജീവിതം, കുടുംബം, നിയമം, നൈതികത എന്നിവയെല്ലാം സൂക്ഷ്മമായി പഠിപ്പിക്കുന്ന ഒരു പൂർണ്ണ മാർഗദർശനമാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഇസ്ലാം മതത്തിന്റെ ചരിത്രം, വിശ്വാസങ്ങൾ, പ്രധാന ആചാരങ്ങൾ, ഉത്സവങ്ങൾ, സാംസ്കാരിക സ്വാധീനം എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാം. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപഭൂഖണ്ഡം, പ്രത്യേകിച്ച് മക്ക നഗരം, സാമൂഹികവും മതപരവുമായ വലിയ അനീതികളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുകയായിരുന്നു. ജാതി, ഗോത്രം, പണം, ശക്തി ഇവയെ അടിസ്ഥാനമാക്കി മനുഷ്യരെ വിലയിരുത്തുന്ന സമൂഹം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, പെൺകുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയാനുള്ള ക്രൂരത, അടിമത്തം, തുടർച്ചയായ ഗോത്രയുദ്ധങ്ങൾ ഇതെല്ലാം വ്യാപകമായിരുന്നു. മതപരമായി ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയുമാണ് പ്രധാനമായിരുന്നത്. മക്കയിലെ കഅബ പലവിധ വിഗ്രഹങ്ങളുടെ ആരാധനാലയമായി മാറിയിരുന്നു. അതിന്മേൽ അധികാരവും നിയന്ത്രണവും ചില ശക്തരായ ഗോത്രങ്ങൾ കൈവശം വച്ചിരുന്നു. മക്കയും അതിനോട് ചേർന്ന പ്രദേശങ്ങളും യഹൂദമതവും ക്രിസ്തുമതവും പിന്തുടരുന്ന സമൂഹങ്ങളെയും കണ്ടിരുന്നു. പക്ഷേ വ്യക്തമായ ആത്മീയ ഏകതയും ശുദ്ധമായ ധാർമ്മിക ജീവിതവും അവിടങ്ങളിലുമില്ലായിരുന്നു. ഇതുപോലെ അനീതിയും ആത്മീയ ഇരുട്ടും നിറഞ്ഞ കാലഘട്ടത്തിലാണ് ക്രിസ്തുവർഷം 570 മക്കയിൽ ഇസ്ലാമിന്റെ പ്രമാണിയായ പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ചുകഴിഞ്ഞ് കുറച്ചുകാലത്തിനകം തന്നെ പിതാവ് അബ്ദുള്ള അന്തരിച്ചു. 6-ാം വയസ്സിൽ അമ്മ ആമിനയും വിടവാങ്ങി. 8-ാം വയസ്സിൽ മുത്തച്ഛൻ അബ്ദുൽ മുത്തലിബ് അന്തരിച്ചതോടെ മുഹമ്മദ് നബി ചെറുപ്പം മുതൽ തന്നെ ഏകാന്തതയും അനാഥത്വ വേദനയും അനുഭവിച്ച ആളായിരുന്നു. ശേഷം അമ്മാവൻ കൂടിയായ അബൂ താലിബ് നബിയെ വളർത്തി. യൗവനകാലത്ത് നബി സത്യസന്ധത, വിശ്വാസ്യത, കരുണ, നന്മ എന്നിവ കൊണ്ട് മക്കക്കാരുടെ മനസ്സുകളിൽ പ്രത്യേക സ്ഥാനം നേടി. അദ്ദേഹത്തെ അവർ അൽ അമീൻ, അതായത് സത്യസന്ധനും വിശ്വസ്തനും എന്ന പേരിൽ വിളിച്ചിരുന്നു. ഉയർന്ന നൈതികബോധം, വ്യക്തമായ നേതൃത്വശേഷി, മനുഷ്യസ്നേഹം ഈ ഗുണങ്ങളാൽ സമ്പന്നനായിരുന്ന മുഹമ്മദ് നബി 25 വയസ്സിൽ വിധവയായ ഖദീജ ബിന്ത് ഖുവൈലിദിനെ വിവാഹം ചെയ്തു. ഈ വിവാഹം നബിയുടെ ജീവിതത്തിൽ മാനസികവും ആത്മീയവുമായ വലിയ ഒരു പിന്തുണയായി. നബി പലപ്പോഴും സമൂഹത്തിലെ അനീതി, ആത്മീയ ശൂന്യത, വിഗ്രഹാരാധന തുടങ്ങിയവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ മക്കയ്ക്ക് സമീപമുള്ള ഹിരാ ഗുഹയിൽ ഏകാന്തധ്യാനത്തിനായി പോകുമായിരുന്നു. തന്റെ 40 വയസ്സിൽ ഹിരാ ഗുഹയിൽ ധ്യാനത്തിലിരുന്ന നബിക്ക് ഒരു ചരിത്രപ്രധാന നിമിഷം സംഭവിച്ചു. അല്ലാഹുവിന്റെ ദൂതനായ ജിബ്രീൽ മാലാഖ നബിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ വിപ്ലവത്തിന് അവിടെ തുടക്കമായി. ഇതോടെയാണ് ഖുർആൻ തിരുവെഴുത്തിന്റെ പ്രഥമവചനങ്ങൾ നബിക്ക് വെളിപ്പെട്ടത്. ഈ നിമിഷം മുതൽ മനുഷ്യനെ ഏകദൈവ വിശ്വാസത്തിലേക്ക്, നീതിയിലേക്കും കരുണയിലേക്കും വിളിക്കുന്ന ഒരു പുതിയ ദിവ്യ സന്ദേശം ലോകത്തിന് ലഭിച്ചു. ഇസ്ലാം പറയുന്നത് ഒരു ദൈവം മാത്രമുണ്ട്, അല്ലാഹു. മനുഷ്യർ എല്ലാവരും സഹോദരങ്ങളാണ്. ദൈവം നീതിയും കരുണയുമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഇസ്ലാമിന്റെ സന്ദേശം സമത്വം, നീതി, അടിമകളുടെ വിമോചനം, സ്ത്രീകൾക്ക് അവകാശങ്ങൾ എന്നിവയെ മുന്നോട്ട് വെച്ചതോടെ മക്കയിലെ അധികാരികൾക്കും സമ്പന്നർക്കും ഇത് സ്വീകരിക്കാൻ കഴിയാതെ വന്നു. മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും കടുത്ത പീഡനങ്ങളും ഉപദ്രവങ്ങളും ബഹിഷ്കരണങ്ങളും അനുഭവിക്കേണ്ടി വന്നു. 3 വർഷത്തോളം നീണ്ട ബഹിഷ്കരണം, കഷ്ടപ്പാടുകൾ ഇവയെല്ലാം സഹിച്ച ശേഷമാണ് നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജയും സംരക്ഷകനായ അബൂ താലിബും 1 വർഷത്തിനുള്ളിൽ വിടവാങ്ങിയത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ആം അൽ-ഹുസ്ന്, വേദനയുടെ വർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ഇസ്രാ മിരാജ്, മക്കയിൽ നിന്ന് ജിബ്രീൽ മാലാഖ നബിയെ വിശുദ്ധ നാടായ ജെറുസലേം വരെ കൊണ്ടുപോയി. അവിടെ നിന്ന് സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര നടത്തുകയും അവിടെ നബി ഇബ്രാഹിം, മൂസ, ഈസ പോലുള്ള പ്രവാചകരെ കണ്ടുമുട്ടി. സ്വലാത്ത്, ദൈവബന്ധം, മനുഷ്യനൈതികത എന്നിവയ്ക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്ന വലിയ ആത്മീയ സന്ദേശങ്ങൾ നബി മനസ്സിലാക്കി. ഈ യാത്രയിലൂടെ സിദ്രതുൽ മുന്തഹായിൽ എത്തുകയും അവിടെ വെച്ച് അല്ലാഹുവിനെ നേരിട്ട് കാണുകയും അടുത്ത് സംസാരിക്കാനുള്ള മഹാദാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു മുസ്ലിങ്ങൾക്ക് ദൈവത്തോടുള്ള ആത്മബന്ധം, അച്ചടക്കം, ഉത്തരവാദിത്വം, കടമകളും സ്ഥാപിക്കാനായി ആദ്യം ഒരു ദിവസത്തിൽ 50 നമസ്കാരങ്ങൾ നിർദ്ദേശിച്ചിരുന്നത്. മുഹമ്മദ് അല്ലാഹുവിനെ കണ്ടു മടങ്ങുമ്പോൾ തന്റെ ഉമ്മിക്കും ജനങ്ങൾക്കും ഒരു ദിവസം 50 നമസ്കാരം വലിയ ഭാരമാകും എന്ന് മുസാ നബി നിർദ്ദേശിക്കുകയും അതുപ്രകാരം തിരികെ പോയി 50 നമസ്കാരം കുറയ്ക്കാൻ അപേക്ഷിച്ചു. ഒടുവിൽ അത് 5 നമസ്കാരമായി കുറച്ചു. എങ്കിലും 50 നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതായും അല്ലാഹു തീരുമാനിച്ചു. ഇസ്രാ മിരാജ്, ഈ യാത്രയിലൂടെ മുഹമ്മദ് നബിക്ക് ആത്മവീര്യം ശക്തമാവുകയും ദൈവത്തിന്റെ പോരാളിയാവുകയും ചെയ്തു. പിന്നീട്
മക്കയിൽ പീഡനങ്ങൾ വളരെയധികം കൂടിയപ്പോൾ നബി മുഹമ്മദും അദ്ദേഹത്തിന്റെ അനുയായികളും ക്രിസ്തുവർഷം 622 സുരക്ഷയും നീതിയും ലഭിക്കാനായി മദീനയിലേക്ക് കുടിയേറുകയായിരുന്നു. ഈ മഹത്തായ കുടിയേറ്റം ഹിജ്രി, ഇതിനെയാണ് ഇന്നും ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കമായി ഹിജ്രി എന്ന് കണക്കാക്കുന്നത്. മദീനയിൽ നബി ഇസ്ലാമിക സമൂഹവും ഒരു നീതിയുക്ത ഭരണരീതിയും സ്ഥാപിച്ചു. മുസ്ലിം, യഹൂദ, ക്രിസ്ത്യാൻ തുടങ്ങിയ വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള സഹവാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും രേഖയായി മദീന ചട്ടം രൂപപ്പെട്ടു. ഇത് ചരിത്രത്തിലെ ആദ്യ സാമൂഹ്യ രാഷ്ട്രീയ ഭരണഘടനകളിലൊന്നായി ഇന്നുവരെ പഠിക്കപ്പെടുന്നു. ഒരുപാട് യുദ്ധങ്ങളും പ്രതിരോധങ്ങൾക്കും ഇടയിൽ മദീന നഗരം തല ഉയർത്തി തന്നെ നിന്നു. വർഷം 630-ൽ മക്കയും ചുറ്റുമുള്ള പരിസര പ്രദേശം കൂടി തിരിച്ചുപിടിക്കുകയും പ്രവാചകൻ മക്കയിൽ സമത്വവും സഹജീവിതവും നടപ്പിലാക്കി. ആരോടും പ്രതികാരം ചെയ്യാതെ സർവ്വമാപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഅബയിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുകയും അതിനെ ഏകദൈവാരാധനയുടെ കേന്ദ്രമായി ശുദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്കുശേഷം പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ 63-ാം വയസ്സിൽ മദീനയിൽ മരണമടയുകയുണ്ടായി. ഖദീജയ്ക്കുശേഷം ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചതും. അതിനാൽ അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് മസ്ജിദ് നബാവ്. നബിയുടെ ജീവിതത്തിലെ 23 വർഷങ്ങൾക്കിടെ വെളിപ്പെട്ട ദിവ്യവചനങ്ങൾ ചേർന്നതാണ് ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥം. ഇത് വിശ്വാസം, ആരാധന, ധാർമ്മികത, കുടുംബജീവിതം, നിയമം, സമൂഹം, ആത്മീയത, മാനസിക ശാന്തി, മനുഷ്യബന്ധങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ദിവ്യമാർഗദർശനം. നബിയുടെ വാക്കുകളും പ്രവൃത്തികളും പാഠങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ രേഖപ്പെടുത്തിയതാണ് ഹദീസ്. ഖുർആനും ഹദീസും ചേർന്നതാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ അടിത്തറ. പ്രവാചകന്റെ മരണശേഷം ഇസ്ലാമിന്റെ നേതൃത്വം ഏറ്റെടുത്തവർ 4 ഖലീഫമാർ ആയിരുന്നു. അതിൽ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ്. പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആദ്യ ഖലീഫയുമാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം ലാളിത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉദാഹരണമായിരുന്നു. 2 ഉമർ ഇബ്ൻ അൽ ഖത്താബ്, നീതിപ്രതിപാദകനായ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വ്യാപകമായി വളരുകയുണ്ടായി. 3-മനാണ് ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ. ഖുർആൻ പാരായണരൂപത്തിലാകുകയും അവ സമാഹരിച്ചു ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. 4-മനാണ് അലി ഇബ്ൻ അബി താലിബ്. ധീരതയും ജ്ഞാനവും നിറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വചനങ്ങളും ഇസ്ലാമിക ചിന്തയുടെ ശക്തിയും വൈഭവവും നിലനിർത്തി. ഇവരുടെ കാലത്ത് ഇസ്ലാം മധ്യപൂർവേഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഭാഗങ്ങൾ, ഏഷ്യയിലെ പല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഇസ്ലാമിന്റെ പ്രാഥമിക വിശ്വാസങ്ങൾ നമുക്ക് നോക്കാം. ഇസ്ലാമിന് 6 വിശ്വാസസ്തംഭങ്ങൾ ഉണ്ട്. ഇസ്ലാം മതത്തിന്റെ ഹൃദയം അതിന്റെ വിശ്വാസം ഇമാൻ ആണ്. മുസ്ലിം വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള വിശ്വാസം വെറും വാക്കല്ല, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു വഴികാട്ടിയാണ്. ഇസ്ലാമിന് 6 ഇമാൻ ഘടകങ്ങൾ ഇവയാണ്. 1. അല്ലാഹുവിൽ വിശ്വാസം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം തൗഹീദ്, അതായത് ഒരേയൊരു ദൈവം മാത്രമുണ്ട്. അല്ലാഹു സൃഷ്ടിച്ചവനും രക്ഷകനും എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രകനുമാണെന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നത്. അല്ലാഹുവിന് രൂപമോ രൂപകൽപ്പനയോ ഇല്ല, അവനെ കാണാനോ പ്രതിനിധീകരിക്കാനോ കഴിയില്ല, പക്ഷേ അവന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. 2. മാലാഖ്മാരിൽ വിശ്വാസം. മാലാഖ്മാർ ദൈവം സൃഷ്ടിച്ച ശുദ്ധവും വിശുദ്ധവുമായ ആത്മീയ ജീവികളാണ്. അവർക്ക് മനുഷ്യരെപ്പോലെ സ്വതന്ത്രമായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. മാലാഖ്മാരുടെ പ്രധാന ദൗത്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ ഉത്തരവുകൾ ലോകത്തും മനുഷ്യരിലും എത്തിക്കുക എന്നിവയാണ്. ജിബ്രീൽ അഥവാ ഗബ്രിയേൽ, പ്രവാചകർക്ക് ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുന്ന ദൂതൻ. മീഖായീൽ, പ്രകൃതിയുടെയും മഴയുടെയും ചുമതല. ഇസ്രാഫീൽ, ലോകാവസാന സമയത്ത് കാഹളം ഊതുന്ന മാലാഖ. അസ്രേൽ അഥവാ മാലക്ക് അൽ മൗദ്, മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന മാലാഖയുമാണ്. 3. ദിവ്യഗ്രന്ഥങ്ങളിൽ വിശ്വാസം. ഇസ്ലാം വിശ്വസിക്കുന്നത് ചരിത്രത്തിൽ മനുഷ്യരെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ ദൈവം 4 പ്രധാന ദിവ്യഗ്രന്ഥങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ആദ്യം നബി മൂസയ്ക്ക് ലഭിച്ച തൗറാത്തിൽ മനുഷ്യജീവിതം നന്മയും നീതിയും നിയമവും അടിസ്ഥാനമാക്കി നയിക്കാനുള്ള ദൈവനിയമങ്ങളും മാർഗങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ദാവൂദ് നബിക്ക് ലഭിച്ച സബൂറിൽ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങൾ, ആത്മീയധ്യാനം, മനസ്സിനെ ശാന്തമാക്കുന്ന ഭക്തിഗാനങ്ങൾ എന്നിവയിലൂടെ ദൈവസ്നേഹവും വിനയവും വളർത്തുന്ന സന്ദേശങ്ങൾ നൽകിയിരുന്നു. പിന്നീട് നബി ഈസയ്ക്ക് നൽകിയ ഇഞ്ചീൽ മനുഷ്യരെ ദൈവസ്നേഹത്തിലേക്കും കരുണയിലേക്കും ക്ഷമയിലേക്കും നന്മയിലേക്കും നയിക്കാൻ ആത്മീയവും ധാർമ്മികവുമായ പാഠങ്ങൾ നിർദ്ദേശിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ലഭിച്ച ഖുർആൻ അവസാനവും സമ്പൂർണവുമായ മാർഗദർശനമാണ്. ആരാധന, സാമൂഹിക ജീവിതം, നിയമം, കുടുംബം, നൈതികത, ആത്മീയത, മനുഷ്യബന്ധങ്ങൾ എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന കാലാതീതമായ മാർഗദർശനമാണ്. ഈ എല്ലാ ഗ്രന്ഥങ്ങളും ഒരേ ദൈവത്തിൽ നിന്ന് ഉണ്ടായതും മനുഷ്യരെ നന്മയിലേക്കും ഏകദൈവവിശ്വാസത്തിലേക്കും നയിക്കാൻ ആയിട്ടുള്ളതുമാണ് എന്നതാണ് ഇസ്ലാമിന്റെ ആശയം. 4. പ്രവാചകരിലും ദൂതന്മാരിലും വിശ്വാസം. മുസ്ലിമുകൾ വിശ്വസിക്കുന്നത് അല്ലാഹു മനുഷ്യരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനായി ചരിത്രത്തിലെ ഓരോ കാലത്തും ഓരോ ജനതയിലേക്കും പ്രവാചകരെ അയച്ചിരുന്നുവെന്നാണ്. ആദ്യ പ്രവാചകൻ ആദം ആദ്യ മനുഷ്യനും ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധിയുമായി നിയോഗിക്കപ്പെട്ടവനാണ്.
മനുഷ്യരുടെ പിതാവും ആദ്യ മാർഗദർശകനുമായിരുന്നു ആദം. പ്രവാചകൻ നൂഹ് തന്റെ ജനതയെ ദീർഘകാലം ക്ഷമയോടെ ദൈവവിശ്വാസത്തിലേക്ക് വിളിച്ചുവെങ്കിലും അവർ നിരസിച്ചപ്പോൾ ദൈവശിക്ഷയായി മഹാപ്രളയം സംഭവിച്ചു. അത് മനുഷ്യർക്ക് ദൈവനിയമങ്ങളെ നിരസിക്കുന്നതിന്റെ ഗുരുതരഫലമായി ചരിത്രത്തിൽ നിലനിന്നു. പിന്നീടായി പ്രവാചകൻ ഇബ്രാഹിം ഏകദൈവവിശ്വാസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ത്യാഗത്തിന്റെയും ദൈവനിഷ്ഠയുടെയും ഉദാഹരണമാണ്. അതിനാൽ തന്നെയാണ് അദ്ദേഹത്തെ ഖലീൽ അഥവാ ദൈവത്തിന്റെ സുഹൃത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വംശത്തിലൂടെയാണ് യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതപാരമ്പര്യം വ്യാപിച്ചത്. അതുവഴി ഇബ്രാഹിം 3 ഏകദൈവ മതങ്ങളുടെ മൂല്യ പ്രവാചകനായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. പിന്നീട് ഇബ്രാഹിം നബിയുടെ വംശത്തിൽ നിന്നും വന്ന പ്രവാചകൻ മൂസാ നബി ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നു തന്റെ ജനതയെ രക്ഷിക്കുകയും തൗറാത്ത് എന്ന ദിവ്യഗ്രന്ഥത്തിലൂടെ ദൈവനിയമങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം നീതി, ധൈര്യം, ദൈവനിഷ്ഠ, ഭരണവ്യവസ്ഥ ഇതിന്റെ ഉദാഹരണമായി നിലകൊള്ളുന്നു. പിന്നീട് ഈസാ നബി അഥവാ യേശു ദൈവസ്നേഹം, കരുണ, ക്ഷമ, ആത്മീയ ശുദ്ധീകരണം, പാപമോചനത്തിലേക്കുള്ള അറിവ് മുതലായ ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുകയും അത്ഭുതങ്ങളിലൂടെ ദൈവത്തിന്റെ കരുണയും ശക്തിയും ജനങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു. ഇഞ്ചീൽ അഥവാ ബൈബിൾ അദ്ദേഹം നൽകിയ ദിവ്യവചനങ്ങളായിരുന്നു. ഈ ദൈർഘ്യമേറിയ പ്രവാചക പരമ്പരയിലെ അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തെയാണ് ഖാതാമുന്നബിയീൻ എന്ന് വിളിക്കപ്പെടുന്നത്, അതായത് ദിവ്യസന്ദേശത്തിന്റെ അവസാനവും ഏറ്റവും സമ്പൂർണവുമായ ദൂതൻ. അദ്ദേഹത്തിലൂടെ ലഭിച്ച ഖുർആൻ കാലത്തിന്റെയും മാറ്റത്തിന്റെയും പരീക്ഷണങ്ങൾക്കുമപ്പുറം നിലനിൽക്കുന്ന ദിവ്യബോധമാണ്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിശ്വാസം, ആരാധന, കുടുംബസംവിധാനം, സമൂഹശാസ്ത്രം, ഭരണനിയമങ്ങൾ, ധാർമ്മികത, ശാസ്ത്രീയ ചിന്ത, മനസ്സിന്റെയും ആത്മാവിന്റെയും ശുദ്ധീകരണം എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം മതം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഓരോ പ്രവാചകനും കൊണ്ടുവന്ന സന്ദേശം വ്യത്യസ്ത കാലങ്ങളിലും സംസ്കാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവരുടെ അടിസ്ഥാനം എപ്പോഴും ഒന്നായിരുന്നു. അതിനാൽ തന്നെ പ്രവാചകരുടെ ജീവിതം മനുഷ്യർക്കുള്ള പാഠവും പ്രചോദനവും ദൈവസ്നേഹത്തിന്റെയും മാനവധർമ്മത്തിന്റെയും വഴികാട്ടിത്വമാണ്. 5. അന്ത്യദിനത്തിൽ വിശ്വാസം. ഓരോ മനുഷ്യനും തനിക്കു ചെയ്ത പ്രവൃത്തികൾക്കു ദൈവത്തിനു മുമ്പിൽ കണക്കു പറയേണ്ട ദിവസമുണ്ട്. ഇതാണ് അന്ത്യദിനം. നല്ല പ്രവൃത്തികൾക്കു പ്രതിഫലവും ദോഷപ്രവൃത്തികൾക്കു ശിക്ഷയും ഉണ്ടാകും. ഇത് മനുഷ്യനെ ധാർമ്മികമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. 6. വിധിയിലും വിധിനിശ്ചയത്തിലും വിശ്വാസം. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ജീവനും മരണവും എല്ലാം ദൈവത്തിന്റെ അറിവിനും പദ്ധതിക്കുമുള്ളിലാണ്. പക്ഷേ അതിനൊപ്പം മനുഷ്യനു സ്വതന്ത്ര ഇച്ഛാശക്തിയും തിരഞ്ഞെടുക്കാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. നല്ലതോ ചീത്തയോ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ്. ഫലത്തിന്റെ ഉത്തരവാദിത്വവും അവനാണ് വഹിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇസ്ലാമിന് 5 മതസ്തംഭങ്ങളുമുണ്ട്. ഇമാൻ ഹൃദയത്തിലെ വിശ്വാസമായാൽ 5 മതസ്തംഭങ്ങളാണ്. ഇമാൻ എന്ന വിശ്വാസത്തെ പ്രാവർത്തികമാക്കുന്ന പ്രവൃത്തികളാണ് 5 മതസ്തംഭങ്ങൾ. അതിൽ 1 ഷഹാദ വിശ്വാസ പ്രഖ്യാപനം. ഒരു വ്യക്തി മുസ്ലിം ആകാൻ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലല്ലാഹ്, അതായത് ആരാധനയ്ക്ക് അർഹനായ ദൈവമില്ല അല്ലാഹുവല്ലാതെ, മുഹമ്മദ് അവന്റെ ദൂതനാണ്. ഈ വാക്കുകൾ വെറും വാചകമല്ല, ജീവിത പ്രഖ്യാപനമാണ്. ദൈവത്തിൽ സമർപ്പിതമായ നീതിയെയും സത്യത്തെയും പിന്തുടരുന്ന ജീവിതം ആരംഭിക്കുന്ന നിമിഷം. 2 സലാഹ് നമസ്കാരം. മുസ്ലിമുകൾക്ക് ദിവസത്തിൽ 5 തവണ നമസ്കാരം നിർബന്ധമാണ്. ഫജർ പ്രഭാത നമസ്കാരം, ദുഹർ ഉച്ച നമസ്കാരം, അസർ വൈകുന്നേര നമസ്കാരം, മഗ്രിബ് സന്ധ്യ നമസ്കാരം, ഇഷ രാത്രി നമസ്കാരം. നമസ്കാരം എന്നത് മുസ്ലിമുകൾക്ക് ദൈവത്തോടുള്ള നേർബന്ധവും ആത്മസംവാദവുമാണ്. ഇത് മനസ്സിന് ശാന്തിയും ജീവിതത്തിന് ക്രമശീലവും നൽകുന്നു. മസ്ജിദ് പള്ളി മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയാരാധനയുടെ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് വെള്ളി ജുമ്മാ നമസ്കാരം സമൂഹ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും ചിഹ്നമായി നിലകൊള്ളുന്നു. 3 സകാത്ത് ദാനധർമ്മം. ഇസ്ലാം പഠിപ്പിക്കുന്നത് സമ്പത്ത് ഒരാൾക്കുള്ള മാത്രം സ്വത്ത് അല്ല, അതിൽ ദരിദ്രർക്കും അവകാശമുണ്ട്. കഴിവുള്ള മുസ്ലിംകൾ തങ്ങളുടെ പലിശരഹിത സമ്പത്തിന്റെ ഏകദേശം 2.5% വർഷത്തിൽ ഒരിക്കൽ ദരിദ്രർക്കും ആവശ്യക്കാർക്കും നൽകുന്നു. ഇത് തന്നെയാണ് സകാത്ത്. ഇത് ഒരു ദാനം മാത്രമല്ല, സാമൂഹ്യനീതിയുടെ അടയാളം കൂടിയാണ്. 4 സ്വയം നോമ്പ്. മുസ്ലിമുകൾക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം. അത് പുലർച്ചെ മുതൽ സന്ധ്യ വരെ ഭക്ഷണം, വെള്ളം, ശാരീരിക ആസ്വാദനങ്ങൾ എന്നിവ ഒഴിവാക്കി ആത്മനിയന്ത്രണത്തിനും ദൈവസ്മരണയ്ക്കും സമർപ്പിക്കുന്ന കാലമാണ്. നോമ്പ് ശരീര ശുദ്ധിയല്ലാതെ ആത്മശുദ്ധിയും സഹനശക്തിയും വളർത്തുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. റമദാൻ അവസാനിക്കുന്ന ദിവസം ഈദ് അൽ ഫിദർ എന്ന വലിയ ഉത്സവം ആചരിക്കുന്നു. 5 ഹജ്ജ് മക്കയിലെ തീർത്ഥാടനം. സാമ്പത്തികവും ശാരീരികവുമായ കഴിവുള്ള ഓരോ മുസ്ലിമും ജീവിതത്തിൽ കുറഞ്ഞത് ഒരിക്കൽ മക്കയിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തണം. ഹജ്ജ് മനുഷ്യരാശിയുടെ ഐക്യത്തിന്റെ പ്രതീകമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾ ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തോടെ ഒരേ ദൈവത്തെ സ്മരിക്കുന്നു. ഹജ്ജിന്റെ ഭാഗമായി കഅബയെ ചുറ്റുന്ന തവാഫ്, അറഫാത്തിൽ നിൽക്കൽ,
കുർബാന തുടങ്ങിയ ചടങ്ങുകൾ നടപ്പാക്കപ്പെടുന്നു. ഇത് മനുഷ്യനെ വിനയത്തിലും ആത്മശുദ്ധിയിലും വളർത്തുന്ന ആത്മീയ അനുഭവമാണ്. ഈ 5 മതസ്തംഭങ്ങൾ ഒരാളുടെ ജീവിതത്തെ മുഴുവനായി രൂപപ്പെടുത്തുന്ന വിശ്വാസം, പ്രാർത്ഥന, ദാനധർമ്മം, ആത്മനിയന്ത്രണം, സമർപ്പണം എന്നീ ആശയങ്ങളാണ്. ഇസ്ലാമിലെ മറ്റ് ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്ലാം ഒരു മതം മാത്രമല്ല, അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലെ വഴികാട്ടിയാണ്. മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ അവസാന ശ്വാസം വരെ ഹൃദയത്തിലും വീട്ടിലും സമൂഹത്തിലും എങ്ങനെ ജീവിക്കണം എന്നത് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്ന ദൈവമാർഗദർശനമാണ് ഇസ്ലാം. ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്റെ വലതുകാതിൽ അദാൻ, നമസ്കാര ഹാഴ്വാക്കുകൾ ചൊല്ലുന്നു. ഇത് കുട്ടിയുടെ ജീവിതം ദൈവസ്മരണയോടെ തുടങ്ങുന്നു എന്ന പ്രതീകമാണ്. അഖീഖ എന്ന ചടങ്ങിൽ കുർബാന നടത്തി ദരിദ്രർക്കും ബന്ധുക്കൾക്കും ഭക്ഷണം നൽകി കുട്ടിക്ക് നല്ല അർത്ഥമുള്ള പേരും നൽകുന്നു. വിവാഹം അഥവാ നിക്കാഹ്. ഇസ്ലാമിൽ വിവാഹം വെറും ഒരു സാമൂഹിക ബന്ധമല്ല, ദൈവസാക്ഷിയായ ആത്മീയ ഉടമ്പടിയാണ്. വധൂവരന്റെ സമ്മതം, സാക്ഷികൾ, വരന്റെ പക്ഷത്തുനിന്നുള്ള ഭാര്യയ്ക്കുള്ള സമ്മാനം, മെഹർ പ്രധാന ഘടകങ്ങളാണ്. വിവാഹത്തിന്റെ ലക്ഷ്യം സ്നേഹവും കരുണയുമുള്ള കുടുംബം, ആരോഗ്യകരമായ സമൂഹങ്ങളെ സൃഷ്ടിക്കലാണ്. മരണം, ശവസംസ്കാരം. മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള ഇസ്ലാം മരണത്തെ ഒരു പുതിയ യാത്രയുടെ ആരംഭമായി കാണും. മരണം സംഭവിച്ചതിനുശേഷം മൃതദേഹം ശുദ്ധജലത്തിൽ കഴുകി വെളുത്ത വസ്ത്രം അണിയിച്ച് ജനാസ നമസ്കാരം നടത്തി ഖബറിൽ അടക്കം ചെയ്യുന്നു. ശവസംസ്കാരത്തിന്റെ മുഴുവൻ പ്രക്രിയയും സൗമ്യതയുടെയും സമാധാനത്തിന്റെയും അടയാളമാണ്. ഇത് ജീവന്റെ അനിയർത്ഥത്തെയും ദൈവത്തിലേക്കുള്ള മടക്കവും ഓർമ്മപ്പെടുത്തുന്നു. ശരിയ നിയമം. ദൈവനിർദ്ദേശിച്ച ജീവിതപഥം. ശരിയ എന്നത് മുസ്ലിംകളുടെ വിശ്വാസം, ആരാധന, വ്യക്തിജീവിതം, കുടുംബം, വ്യാപാരം, സമൂഹം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം സൂക്ഷ്മമായി നയിക്കാൻ ഉള്ള മാർഗദർശനമാണ്. ഇത് ഖുർആനും ഹദീസും അടിസ്ഥാനപ്പെടുത്തിയതാണ്. ശരീഅയുടെ ലക്ഷ്യം നന്മ, നീതി, കരുണ, സത്യസന്ധത എന്നിവയിൽ ഉറച്ചുനിൽക്കാൻ വ്യക്തിജീവിതം മുതൽ കുടുംബവും സമൂഹവും വരെ ഓരോ മേഖലയും ഇസ്ലാമിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവസ്മരണ നിലനിർത്താൻ പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ഉത്സവങ്ങളും പ്രത്യേക ദിവസങ്ങളും പരിചയപ്പെടാം. ഇസ്ലാമിലെ ഉത്സവങ്ങൾ ആത്മീയതയും സാമൂഹിക ബന്ധവും ചേർന്ന ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങൾ മനുഷ്യനെ ദൈവസ്മരണയിലേക്ക് അടുപ്പിക്കുകയും കുടുംബസ്നേഹവും സഹോദരത്വം വളർത്തുകയും ചെയ്യുന്നു. റമദാൻ. ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ മാസമാണ് റമദാൻ. മുസ്ലിമുകൾ ഈ മാസം പുലർച്ചെ മുതൽ സന്ധ്യ വരെ നോമ്പ് അനുഷ്ഠിക്കുന്നു. നോമ്പ് വെറും ഭക്ഷണവിരാമമല്ല, അത് ആത്മനിയന്ത്രണത്തിന്റെയും ആത്മശുദ്ധിയുടെയും കൃപയുടെയും ക്ഷമയുടെ മാസമാണ്. രാത്രികളിൽ തരാവീഹ് നമസ്കാരം നടത്തി ഖുർആൻ പാരായണം ചെയ്യുന്നു. റമദാൻ മനുഷ്യനെ ക്ഷമയിലും കരുണയിലും വളർത്തുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. ലൈലത്തുൽ ഖദർ, ശക്തിയുടെ രാത്രി. റമദാനിന്റെ അവസാന 10 രാവുകളിൽ ഒന്ന് ലൈലത്തുൽ ഖദർ എന്നാണ് വിശ്വാസം. ഈ രാത്രിയിൽ ഖുർആൻ ആദ്യമായി വെളിപ്പെട്ടുവെന്ന് മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. ഈ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉന്നതമാണ്. ഈ രാത്രി മുസ്ലിംകൾ അധിക പ്രാർത്ഥനകളും ദുവകളും നടത്തും. ആത്മീയമായി ഏറ്റവും പ്രാധാന്യമുള്ള രാത്രികളിൽ ഒന്നാണ് ഇത്. ഈദ് അൽ ഫിദർ, നോമ്പുതുറ പെരുന്നാൾ. റമദാൻ സമാപിച്ച ശേഷം വരുന്ന ഉത്സവമാണ് ഈദ് അൽ ഫിദർ. ഒരു മാസത്തെ നോമ്പ് പൂർത്തിയാക്കിയതിന് നന്ദി പറയുന്ന ദിനം. പ്രഭാതത്തിൽ പ്രത്യേക ഈദ് നമസ്കാരം നടത്തും. കുടുംബങ്ങളും സുഹൃത്തുക്കളും കൂടെ ഭക്ഷണം പങ്കിടും. ദരിദ്രർക്കു സകാത്തുൽ ഫിത്വർ നൽകി എല്ലാവരും സന്തോഷം പങ്കിടുന്നു. ഐക്യത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. പിന്നെ ഈദ് അൽ അദ്ഹ, ബലി പെരുന്നാൾ. ഈദ് അൽ അദ്ഹ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ അവസാനഘട്ടത്തിൽ ആഘോഷിക്കുന്നു. ഇത് നബി ഇബ്രാഹിം ദൈവാനുസരണം തന്റെ മകനെ ബലി നൽകാൻ തയ്യാറായ കഥയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ദൈവം അവിടെ മകന്റെ പകരം ഒരു ആടിനെ ബലിയായി അനുവദിച്ചു. ഇന്ന് മുസ്ലിമുകൾ ആ ഓർമ്മയായി മൃഗബലി നടത്തി അതിന്റെ മാംസം കുടുംബം, ബന്ധുക്കൾ, ദരിദ്രർ എന്നിവരുമായി പങ്കിടുന്നു. ഇത് ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പ്രതീകമാണ്. ഈദ് ഉത്സവങ്ങൾക്കു പുറമെ മുസ്ലിംകൾക്ക് ആത്മീയവും ചരിത്രപരമായും പ്രാധാന്യമുള്ള ചില പ്രത്യേക ദിനങ്ങൾ കൂടി ആചരിക്കാറുണ്ട്. ഹിജ്രി, പുതുവർഷം. ഇസ്ലാമിക കലണ്ടറിലെ പുതുവർഷമാണ് ഹിജ്രി. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദേശാടനം നടത്തിയതിനെ അടിസ്ഥാനപ്പെടുത്തി ഇസ്ലാമിക വർഷം ആരംഭിക്കുന്നു. ഈ ദിവസം മുസ്ലിംകൾ ആത്മപരിശോധനയും ദൈവസ്മരണയും നടത്തുന്നു. ആഷൂറ ദിനം. മുഹറം മാസത്തിലെ 10ാം ദിവസം ആഷൂറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദിവസം ഇസ്ലാമിൽ 2 പ്രധാന സംഭവങ്ങളെ ഓർമ്മിക്കുന്നു. പ്രവാചകൻ മൂസിന്റെ രക്ഷ. ഫിറോന്റെ പീഡനത്തിൽ നിന്ന് പ്രവാചകൻ മൂസും അദ്ദേഹത്തിന്റെ ജനങ്ങളും രക്ഷപ്പെട്ട ദിനം. ദൈവം കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തിയ അത്ഭുതം ഈ ദിവസത്തെ മഹിമയാക്കുന്നു. പിന്നെ കർബലയിലെ ഇമാം ഹുസൈന്റെ ത്യാഗം. മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയായ ഇമാം ഹുസൈൻ അനീതിക്കെതിരെ പോരാടി ജീവൻ നൽകിയ ദിനം. ചിലർ ഈ ദിവസം നോമ്പും പ്രാർത്ഥനയും നടത്തും. ഇസ്രാ മിരാജ്, പ്രവാചകന്റെ സ്വർഗയാത്ര. ഈ ദിവസം മുഹമ്മദ് നബി മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും അതിനുശേഷം സ്വർഗത്തിലേക്കും ദൈവിക യാത്ര നടത്തി എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. ഈ രാത്രി ദുആ, ഖുർആൻ പാരായണം, നമസ്കാരം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മൗലിദ്, നബി ദിനം.
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനന ദിനമായി ഈ ദിവസം ആഘോഷിക്കുന്നു. മുസ്ലിമുകൾ ഈ ദിവസം ദുആ ചെയ്യുക, ഖുർആൻ പാരായണം, പ്രവാചകന്റെ ജീവിതപാഠങ്ങൾ ഓർമ്മിക്കുക, സ്നേഹം, ദയ, നീതി, ക്ഷമ, സഹോദരത്വം എന്നീ മൂല്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന പുണ്യദിനമായി ഈ ദിനത്തെ അനുസ്മരിക്കുന്നു. അവസാനമായി ഷബേ ബാരാത്ത് അഥവാ ലൈലത്തുൽ ബറ, ക്ഷമ നൽകപ്പെടുന്ന രാത്രി, ഒരു പുത്തൻ ആത്മീയ തുടക്കം. ഈ രാത്രി വിശ്വാസികൾ ദുആ ചെയ്ത് പാപങ്ങളിൽ നിന്ന് ക്ഷമ തേടുകയും മരണപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് കരുണയുടെ രാത്രിയാണ്, ദൈവം തന്റെ ദാസന്മാർക്ക് കൂടുതൽ അടുത്തതാകുന്ന രാത്രി. ഇസ്ലാമിലെ ഈ പ്രത്യേക ദിനങ്ങൾ ഭക്തിയെയും ചരിത്രസ്മരണകളെയും മാത്രം കുറിച്ചുള്ളതല്ല, മനുഷ്യനെ നല്ല ജീവിതത്തിലേക്കും ദൈവത്തിനോടുള്ള നന്ദിയിലേക്കും നയിക്കുന്ന വഴികാട്ടികളാണ്. ഇസ്ലാം ഇന്ന് മധ്യപൂർവേഷ്യ മുതൽ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ വരെയുള്ള ലോകമെമ്പാടുമുള്ള വിപുലമായ സമൂഹങ്ങളിലെ ജീവിതരീതിയാണ്. ശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, വാസ്തുശില്പം, സാഹിത്യം, തത്വചിന്ത, ബിസിനസ്, ടെക്നോളജി, മനുഷ്യരംഗങ്ങളിലെ അനവധി മേഖലകൾക്ക് ഇസ്ലാമിക സംസ്കാരം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സമാധാനം, നീതി, കരുണ, സഹവർത്തിത്വം — ഇതാണ് ഇസ്ലാമിന്റെ ഹൃദയം. ഇന്ന് ലോകം വിഭജനങ്ങളും യുദ്ധങ്ങളും അസമത്വവും അനീതി നിറഞ്ഞതുമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇസ്ലാമിന്റെ ഈ മൂല്യങ്ങൾ മനുഷ്യരാശിക്ക് വളരെ ആവശ്യമായ സന്ദേശങ്ങളാണ്. ഒറ്റ വാക്കിൽ കൂട്ടിപ്പറഞ്ഞാൽ ഇസ്ലാം എന്നതിന്റെ ഹൃദയം അല്ലാഹുവിലേക്കുള്ള സമർപ്പണവും മനുഷ്യരിലേക്കുള്ള കരുണയും ആണ്. ദൈവത്തോടുള്ള ആത്മബന്ധവും മനുഷ്യരോടുള്ള സ്നേഹവും നീതിയും ഒന്നിച്ചു ചേരുന്ന ഒരു സമഗ്ര ജീവിതമാർഗമാണ് ഇസ്ലാം.